ഈ കർഷക സമരത്തിൻ്റെ ആവശ്യങ്ങൾ ഇന്ത്യയിലെ സാമാന്യ ജനങ്ങൾ, ഭൂരിപക്ഷം ജനങ്ങളും ഒരിക്കലും തള്ളിക്കളയുന്നവയില്ല. അത് കേരളത്തിൻ്റെ കൂടി ആവശ്യമാണെന്ന് പറയാൻ അതിൽ പ്രധാനപ്പെട്ട കർഷകർ ഉയർത്തുന്ന 9 ആവശ്യങ്ങളുണ്ട്. അതിൽ താങ്ങുവില നിയമനിർമ്മാണം കൂടെ നടപ്പിലാക്കുക, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക, സ്വതന്ത്ര വ്യാപാര കരാറിൽ നിന്ന് ഇന്ത്യ പുറത്തു വരിക. ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ ആവശ്യം, എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കണം, സ്വതന്ത്ര വ്യാപാര ഉടമ്പടി ചർച്ച ചെയ്യണം. നമ്മൾ ഈ പറഞ്ഞ ഘാട്ട് കരാറ് വന്ന ഘട്ടത്തിൽ തന്നെ ഇന്ത്യയിലെ ഇടതുപക്ഷം ഉന്നയിച്ച മൂർത്തമായ സാഹചര്യത്തിൽ ഇന്നത്തെ കർഷകർക്ക് ബോധ്യപ്പെട്ട അവസ്ഥയിലാണ്. 1ാമത്തെ കർഷക സമരം നേരത്തെ മുത്തത്തി പറഞ്ഞു. 2ാമത്തെ കർഷക സമരം കുറച്ചുകൂടി എക്സ്ട്രീമായി കർഷകർക്ക് നിക്കക്കള്ളിയില്ലാത്ത സമരമാണ്. ഇന്ന് തന്നെ ഈ കർഷകർ ഉയർത്തിക്കാട്ടുന്ന പ്ലക്കാർഡിൽ എൻ്റെ മലയാള അർത്ഥം ഇങ്ങനെയാണ്: കർഷകർ ചേറിൽ ചവിട്ടി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ചോറിൽ കൈവയ്ക്കുന്നത് എന്ന് പറയും. അപ്പോൾ ഈ കർഷക സമരത്തെ, ഈ ഉയർത്തുന്ന ആവശ്യത്തെ BJP ഒരുപക്ഷെ രാഷ്ട്രീയമായി നിരാകരിക്കാം. പക്ഷേ ഇന്ത്യയിലെ പൊതുജനാധിപത്യ സമൂഹം പൂർണ്ണമായി നെഞ്ചേറ്റുന്ന ന്യായമായ സമരമാണെന്ന കാര്യം അംഗീകരിച്ചു വിട്ടു. അത് അവിടെ നിന്നുകൊണ്ടാണ് രാജേന്ദ്രൻ ചോദിച്ച 2ാമത്തെ ചോദ്യത്തിലേക്ക് വരിക. എന്തുകൊണ്ട് ഈ ബദൽ? കേരളം എന്തുകൊണ്ട് ഈ പറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ അവസാന ബഡ്ജറ്റിന് എടുക്കാം. അവസാന ബഡ്ജറ്റിൽ KN ബാലഗോപാൽ ബഡ്ജറ്റിൻ്റെ മുഖവുരയായി പറഞ്ഞത് കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതിൽ രാജ്യത്തെ ഫെഡറൽ സംവിധാനങ്ങൾ മുഴുവൻ അട്ടിമറിച്ച് BJP സർക്കാർ എങ്ങനെയാണ് കേരളത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്നത് എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ്, മുഖവരയോടുകൂടിയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അതിൽ എന്തുകൊണ്ടാണ് റബ്ബർ കർഷകർക്ക് താങ്ങുവില വർദ്ധിപ്പിച്ചത്? 180 വർദ്ധിപ്പിച്ചു. വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ളിലാണ്. നെൽകർഷകരുടെ നെല്ല് സംഭരിക്കുക എന്നത് 1800, അതിൻ്റെ കൃത്യമായി കണക്ക് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം തന്നെ 1854 കോടി രൂപ ഈ പറഞ്ഞ താങ്ങുവില, ഈ നെല്ല് സംഭരണത്തിന് വേണ്ടി സർക്കാർ മാറ്റിവെക്കുകയാണ്. ഏറ്റവും നിർണായക കാര്യം, ഈ പിണറായി സർക്കാർ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാർഷിക വിളകൾക്ക് 16 ഇനം കാർഷിക വിളകൾക്ക് തറവില നിശ്ചയിച്ചു എന്നതാണ്. എന്തുകൊണ്ട് ഈ സർക്കാർ ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഈ കർഷകരെ പ്രത്യേകിച്ച് നമ്മൾ നാണ്യവിളയിലേക്ക്, നെല്ല് അടക്കം വരുന്ന കാര്യങ്ങളിൽ നിന്ന്, നെൽകൃഷിയിൽ നിന്ന് നാണ്യവിളയിലേക്ക് കേരളം പോയി. അപ്പോൾ കയറ്റുമതി ചെയ്യുന്നതിൻ്റെ, ന്യായമായ കയറ്റുമതി ചെയ്യുന്നതിൻ്റെ നികുതി വിഹിതത്തിലെ വരുമാനം കേരളത്തിന് ലഭ്യമാക്കാൻ അവകാശമുണ്ട്. കർഷകരെ സംരക്ഷിച്ചേ മതിയാവൂ എന്ന് ഈ സർക്കാർ മനസ്സിലാക്കുന്നുണ്ട്. ഈ സർക്കാർ ഈ സാമ്പത്തിക നയങ്ങളുടെ കെടുതി കൊണ്ടാണ് ഈ കർഷകർ ദുരിതം അനുഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും കർഷകർ ദുരിതം അനുഭവിക്കുന്നത്? ഏറ്റവും അശാസ്ത്രീയമായ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾക്ക് അനുകൂലമായി നയസമീപനങ്ങൾ സ്വീകരിക്കുകയും ഘാട്ട് കരാർ പോലെയുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇന്ത്യ രാജ്യം ഒപ്പുവെക്കുകയും, അതുകൊണ്ട് സ്വാഭാവികമായും അത് രാജ്യത്തെ കോൺഗ്രസിന് ഇതൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ വളരെ പ്രത്യക്ഷമായ നിലപാട് സ്വീകരിക്കാത്തത് എന്ന് ചോദിച്ചാൽ, ഈ അവസാനം ഒരു വിരൽ ചൂണ്ടുമ്പോൾ 5 വിരൽ തിരിച്ച് ചൂണ്ടുന്നൊരവസ്ഥ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഇടതുപക്ഷം 90 മുതൽ പറയുന്ന കാര്യങ്ങളുടെ മൂർത്തമായ അവസ്ഥയാണ് രാജ്യം ഇപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ടിരിക്കുന്നത്. രാജ്യത്ത് ചോദിച്ച ഏറ്റവും റെലവൻ്റായ ചോദ്യം, ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയിൽ നിന്നുകൊണ്ടും കേരളം ന്യായവിലയുടെ കാര്യത്തിൽ, തറവില നിശ്ചയിക്കുന്ന കാര്യത്തിൽ, റബ്ബർ കർഷകരുടെ കാര്യം പ്രതിപക്ഷം കേരള നിയമസഭയിൽ റബ്ബർ കർഷകരുടെ കാര്യം വാദോരാതെ പ്രസംഗിക്കുന്നുണ്ട്. ഈ ഇറക്കുമതി ചുങ്കം എന്ന് പറഞ്ഞ സാധനം വർദ്ധിപ്പിക്കണമെന്ന അടിസ്ഥാനപരമായ ആവശ്യം UPA സർക്കാർ ഭരിച്ചു, NDA സർക്കാർ ഇപ്പോൾ ഭരിക്കുന്നു. ആ ആവശ്യം അംഗീകരിച്ചാൽ തന്നെ ഈ താങ്ങുവില പോലും കേരളത്തിന് കൊടുക്കേണ്ടി വരില്ല. കേരളത്തിലെ കർഷകർക്ക് ന്യായമായ വില, റബ്ബർ അസംസ്കൃത വസ്തു നേരിട്ട് നമ്മളീ പറയുന്ന പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ നടത്തുന്ന വ്യവസായ സ്ഥാപനത്തിൽ പോലും അസംസ്കൃത റബ്ബർ പുറത്തു നിന്നാണ് ഇറക്കുന്നതെന്ന വാർത്തകൾ വന്നു. അപ്പോൾ അത് ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചാൽ തന്നെ കേരളത്തെ കർഷകർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ഇതിൽ നിന്നുകൊണ്ട്, ഇത്രയും വലിയ തരത്തിലെ പ്രതിസന്ധികളിൽ നിന്നുകൊണ്ടാണ് കേരളം ബദലാകുന്നത്. കേരളം മറ്റെല്ലാ കാര്യങ്ങളിലും ബദലാകുന്നത് പോലെ കർഷകർ സംരക്ഷിക്കുന്നതിന് ബദലാകുന്നുണ്ട്. പക്ഷേ എത്ര കണ്ട് കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ചോദിച്ചാൽ മാത്രമായി നിലനിൽപ്പില്ല.